ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹംദ. ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് എഗ് ബട്ടർ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ആദ്യമായിട്ട് കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം പട്ട, ഒരു കറുത്ത ഏലക്ക, 2 കഷ്ണം ഗ്രാമ്പു, 2 ഏലക്ക, 5 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 10 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണങ്ങളാക്കിയത് ഇത്രയിട്ട് വഴറ്റാം. വഴണ്ടി വരുമ്പോഴേക്കും ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി വഴറ്റാം. അതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതും ഇട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 10 കാഷ്യും കൂടി ഇട്ട് നന്നായി വഴണ്ടി വന്നതിന് ശേഷം അത് അടുപ്പൊന്ന് മാറ്റി കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൽ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ 2 ബേ ലീഫും ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ സവാള കുത്തി എരിഞ്ഞതും ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് വഴറ്റാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ തക്കാളി കൊത്തി എരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് വഴറ്റാം. അത് വഴണ്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റാം. അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് വഴറ്റാം. മസാലയോടൊപ്പം ജാർ കഴിയ വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് അതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് 80 ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് മുട്ടയും ഇട്ട് അല്പം മല്ലിയിലയും വിതറി മൂടി വെച്ച് ഒരു 3 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.